പത്തനംതിട്ട സീതത്തോട് ഉറുമ്പിനിയിൽ പുഴയിൽ ചാടിയ രാജവെമ്പാലയെ RRT സംഘം പിടികൂടി. പിടിക്കാനുള്ള ശ്രമത്തിനിടെ മരത്തിന് മുകളിൽ നിന്നും പാമ്പ് കക്കട്ടാറിൽ ചാടുകയായിരുന്നു. അരമണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ രാജവെമ്പാലയെ വനംവകുപ്പ് RRT സംഘം പിടികൂടി. അതിന്റെ വായി കയറി ഇറങ്ങാൻ CK അഭിലാലുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. രാജവെമ്പാലയെ നദിയിൽ നിന്ന് പിടികൂടുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഈ സ്ഥലത്തിന്റെ പേര് തന്നെ കുറച്ച് കൗതുകരമാണ്. സീതത്തോട് ഉറുമ്പിനി എന്നുള്ള സ്ഥലത്താണിത്. അഭിലാൽ, നമ്മൾ രാജവെമ്പാലയെ പിടികൂടുന്ന പലയിടത്തുനിന്നും പിടികൂടുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വെള്ളത്തിൽ നിന്ന് പുഴയിൽ നിന്നൊക്കെ പാമ്പിനെ പിടികൂടുന്നത് കാണുന്നത്. ഇതെന്താ, എങ്ങനെയാണ് സംഭവം, എന്താണ്, എങ്ങനെ കുറെ നേരം ശ്രമകരമായ ദൗത്യമായിരുന്നു? കരയിൽ നിന്നും പാമ്പിനെ പിടികൂടുന്ന നിരവധി ദൃശ്യങ്ങൾ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. നേരിട്ട് ചില കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുമുണ്ട്. അതേസമയം വെള്ളത്തിൽ നിന്നും ഇത്ര സാഹസികത അല്ലെങ്കിൽ ഇത്ര ആയാസമുള്ള ഒരു ദൗത്യത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ആദ്യമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റാന്നി RRT സംഘമാണ് വിഷമകരമായ ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത്. ഇന്നലെ വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് സംഭവം. കോന്നി നിയോജകമണ്ഡലം പരിധിയിൽ വരുന്ന കിഴക്കൻ മേഖലയാണ് സീതത്തോട് ഉറുമ്പിനി എന്ന ഭാഗം. കക്കാട്ടാർ ഒഴുകുന്ന ഈ പ്രദേശത്തിന് സമീപത്തെ ഒരു താമസക്കാരനാണ്. തൻ്റെ വീടിന് സമീപം നിരന്തരം രാജവെമ്പാലയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള വിവരം വനംവകുപ്പിനെ അറിയിക്കുന്നത്. അങ്ങനെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റാന്നിയിൽ നിന്നുള്ള RRT സംഘം ഉറുമ്പിനിയിൽ എത്തിച്ചേരുന്നത്. അവർ എത്തുമ്പോൾ രാജവെമ്പാല ഒരു മരത്തിന് മുകളിൽ കയറിയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെ മരത്തിൽ നിന്നും ഇതിനെ പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതിനിടയിൽ ഇത് പുഴയിലേക്ക് ചാടുകയാണ് ഉണ്ടായത്. RRT സംഘങ്ങളൊപ്പം തന്നെ പുഴയിലേക്ക് ഇറങ്ങി. അപ്പോൾ ഏറെക്കുറെ അരയറ്റം വെള്ളം പുഴയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. പുഴയിൽ ഒരു ദൗത്യം പൂർത്തിയാക്കുക, പ്രത്യേകിച്ചും പെട്ടെന്നുള്ള നീക്കങ്ങൾ, വെള്ളം അരയറ്റം ഉണ്ട് എന്നതിനാൽ തന്നെ RRT സംഘങ്ങൾക്ക് അടക്കം ആർക്കും തന്നെ മനുഷ്യർക്ക് വേഗത്തിൽ പുഴയിലൂടെയുള്ളൊരു നീക്കം അസാധ്യമാക്കുന്നുണ്ട്. അതേസമയം തന്നെ പാമ്പിന് അതിവേഗത്തിൽ കരയിലേതുപോലെ തന്നെ വെള്ളത്തിലും നീക്കം നടത്തുകയും ചെയ്യാം. ഇതാണ് ഈ ദൗത്യത്തെ അല്പം വിഷമകരമാക്കിയത്. എന്തായാലും അതായത് മരത്തിലിരുന്ന രാജവെമ്പാലയെ പിടിക്കാനുള്ള ശ്രമം തുടങ്ങിയ സമയം മുതൽ ഈ രാജവെമ്പാല പിടികൂടപ്പെടുന്ന സമയം വരെ എന്നുള്ളത് ഏറെക്കുറെ അരമണിക്കൂറോളം വേണ്ടി വന്നിരുന്നു. എന്തായാലും ദൗത്യം വിജയകരമായി തന്നെ പൂർത്തിയാക്കി. വെള്ളത്തിലെ ദൗത്യമാണ് എന്നുള്ളതിനാൽ ഏറെ വിഷമകരമായിരുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒരു വസ്തുത. എന്തായാലും RRT സംഘം പ്രതീക്ഷ തെറ്റിച്ചില്ല. അവിടെ നിന്നും പിടികൂടിയ രാജവെമ്പാലയെ ഇപ്പോൾ RRTയുടെ റാന്നി ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മറ്റ് ഏതാനും പാമ്പുകളെ കൂടി കിട്ടുന്ന മുറയ്ക്ക് എല്ലാത്തിനെയും കൂടി ഗവി വനമേഖലയിൽ കൊണ്ടുവിടുകയാണ് സാധാരണ ചെയ്യുന്നത്. അത്തരത്തിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ രാജവെമ്പാലയും ഗവി വനമേഖലയിൽ കൊണ്ട് തുറന്നുവിടാനാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത്.